ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. അനിമോള്, അക്ബർ തമ്മിലുള്ള ഗംഭീരമായ ഒരു വലിയ വഴക്കൊക്കെ നടന്നു. അനിമോൾക്ക് ഒരുപാട് പരിക്കുകൾ പറ്റി. അവിടെ പലർക്കും പരിക്കുകൾ പറ്റി. ചിലർക്ക് മോഷ്ടിക്കപ്പെട്ടു. അക്ബർ ഈ സീസണിൽ ആദ്യമായിട്ട് ഇങ്ങനെ കരയുന്നത് ഇതാദ്യമായിട്ടാണ്. ഉമ്മ വിളിച്ചപ്പോഴാണെന്ന് തോന്നുന്നു ഇതിന് മുന്നേ കരഞ്ഞത്. സോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നു. ഒരാള് മാത്രം ഇതിലെല്ലാം ശരി ആയിക്കോട്ടെ, നമ്മളില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസ്. എനിക്കാദ്യം തോന്നി വേണമെങ്കിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്യായിരുന്നല്ലോ. വെറുതെ മാറി നിൽക്കുന്ന വയ്യാത്തത് കൊണ്ടൊക്കെയാണ്. പുള്ളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ടാസ്കുകൾ ഭയങ്കര ഫിസിക്കലാവുന്ന ഒരു ടാസ്ക്കാണ്. സോ അപ്പോൾ പുള്ളി മാറി നിന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും പിന്നെയും ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. അറ്റ്‌ലീസ്റ്റ് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അതുപോലും ചെയ്തില്ല. പക്ഷേ ഇന്നത്തെ ലൈവും ഫുള്ള് കണ്ട എപ്പിസോഡൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ നിന്നതാണ് നല്ലത്. കൂടിപ്പോയാൽ ലാലേട്ടൻ വന്നിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ടാസ്ക് കളിക്കണ്ടേ എന്ന് ചോദിച്ച് 4 ഡയലോഗ് അടിക്കും. അല്ലെങ്കിൽ ഒന്ന് ഷൗട്ട് ചെയ്യും. അല്ലെങ്കിൽ പോയിന്റ്സ് കുറച്ചൊന്ന് കുറയും. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം പുറത്താവുന്നെങ്കിൽ ആവട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പുള്ളിക്കുണ്ട്. അതായത് നിൽക്കാൻ പറ്റുന്നിടത്തോളം നിന്നാ മതി. ഓഡിയൻസ് സപ്പോർട്ട് ചെയ്താൽ നിൽക്കും. ഇല്ലാതെ എനിക്ക് നിന്നേ പറ്റൂ, കപ്പ് അടിച്ചേ പറ്റൂ എന്നുള്ള വാശിയൊന്നുമില്ല. പേടിയുമില്ല. അയ്യോ ഞാനിപ്പോൾ ഔട്ടായി പോകും എന്നുള്ള പേടിയൊന്നുമില്ല. ആ കാര്യത്തിൽ പുള്ളി ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പം ഷാനവാസ് അങ്ങനെ നിന്നതാണ് നല്ലത്. സത്യം പറയാലോ. മരിച്ചു കിടന്ന് കളിച്ച എത്ര പേർക്ക് ഈ ടാസ്കിൽ ഗുണമുണ്ട്? ഒന്നുമില്ല. പിന്നെ ഷാനവാസ് ഒരു കണക്കിന് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് കേട്ടതാണ്. പുള്ളിയും കൂടെ ഇതിനകത്ത് നിന്നിരുന്നെങ്കില് ഈ ഫിസിക്കലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്തപ്പേര് പുള്ളിക്കും കേൾക്കേണ്ടിയൊക്കെ വന്നേനെ. ഷാനവാസ് സത്യം പറഞ്ഞാൽ മാറിയ കൈയും കെട്ടി നോക്കി നിന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഇപ്പൊ എല്ലാ ഗെയിമിലും അങ്ങനെ നിൽക്കുന്നത് ശരിയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മുടെ മൗനത്തിന് ഭയങ്കര ശക്തിയുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ബിഗ് ബോസിനകത്ത് ടാസ്ക് കളിക്കാതെ മിണ്ടാതെ നിൽക്കുന്നതും വേണമെങ്കിൽ ഒരു ബുദ്ധിയും സ്ട്രാറ്റജിയും ഒക്കെയാണ് ചില സമയങ്ങളിൽ. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഷാനവാസിനെന്നാണ് എനിക്ക് തോന്നിയത്. നന്നായി മിണ്ടാതെ അവിടെ നിന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.